വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നാം കഴിഞ്ഞ 209 ദിവസങ്ങളിലായി വിശുദ്ധ ഗ്രന്ഥം പഴയ നിയമത്തിലെ ആദ്യത്തെ 20 പുസ്തകങ്ങളിലൂടെ കടന്നുപോയി. ഒരിക്കൽ പോലും വിശുദ്ധ ഗ്രന്ഥം 73 ഗ്രന്ഥങ്ങളും ഒരു തവണ കൂടി വായിക്കാത്ത എനിക്ക് ഈ ജൂബിലി വർഷത്തിൽ അത് വായിച്ച് അവസാനിപ്പിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ തുടങ്ങിയ ഈ സംരംഭം ഇന്ന് 4000-ലധികം പേരിലെത്തിയെന്നത് ദൈവകരുണയുടെ ഒരടയാളമായി ഞാൻ കാണുന്നു. ഇത് ദിവസവും കേൾക്കുന്നവർക്കും മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുന്ന എല്ലാവർക്കും നന്ദി. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. കഴിഞ്ഞ 20 ഗ്രന്ഥങ്ങളിലൂടെ ഒന്നുകൂടി നമുക്ക് കടന്നു പോകാം. ആദ്യത്തെ 5 നിയമഗ്രന്ഥങ്ങളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ലോക സൃഷ്ടിയെയും അബ്രഹാമിൻ്റെ കുടുംബത്തിലൂടെ ദൈവം മാനവരാശിക്ക് നൽകുന്ന വാഗ്ദാനത്തെയും വിവരിക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ദൈവം ഇസ്രായേലരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതും ദൈവത്തിൻ്റെ കൽപ്പനകൾ മോശയിലൂടെ നൽകുന്നതും കാണുന്നു. ലേവ്യരുടെ പുസ്തകത്തിൽ ആരാധനയുടെയും പുരോഹിതരുടെ ദൈവകൽപ്പനകൾ പരിശീലിച്ചും പരിശുദ്ധ ജീവിതം നയിക്കേണ്ടത് എങ്ങനെയെന്ന് വ്യക്തമാക്കുന്നു. സംഖ്യാപുസ്തകത്തിൽ ഇസ്രായേലരുടെ യാത്രയിലുടനീളമുണ്ടായ കഷ്ടതകളെയും അവർക്കുണ്ടായ ദൈവിക സംരക്ഷണത്തെയും വിവരിക്കുന്നു. നിയമാവർത്തന പുസ്തകത്തിൽ ദൈവകൽപ്പനകൾ പാലിച്ച് വിശ്വസ്തതയിൽ ജീവിച്ചാൽ മാത്രമേ വാഗ്ദത്ത ഭൂമിയിൽ എത്തുകയുള്ളൂ എന്ന് മോശ ഊന്നി പറയുന്നത് കാണാം. അടുത്ത ഭാഗമായ ചരിത്ര പുസ്തകങ്ങളിൽ ജോഷുവയുടെ പുസ്തകത്തിൽ ഇസ്രായേൽക്കാർ ജോഷുവയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശത്തെത്തുന്നത് വിവരിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വിവിധ ന്യായാധിപന്മാർ ചെയ്ത തുടർച്ചയായ ദൈവപ്രമാണ ലംഘനങ്ങളും അതുമൂലമുണ്ടാകുന്ന കഷ്ടതകളും അവർ അനുദപിക്കുമ്പോൾ ദൈവം അവരെ സംരക്ഷിക്കുന്നതും വിവരിക്കുന്നു. റൂത്തിൻ്റെ പുസ്തകത്തിൽ മോവാബിയായ റൂത്തിൻ്റെ വിശ്വസ്തത പിന്നീട് അവളുടെ വംശാവലിയിൽ ദാവീദും ദാവീദിൻ്റെ വംശാവലിയിൽ ഉണ്ടാകാനിരിക്കുന്ന രക്ഷകൻ്റെയും പൂർവ്വമാതാവായ റൂത്തിൻ്റെ പരിശുദ്ധമായ ജീവിതത്തിൻ്റെ ചരിത്രമാണ്. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ.